ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഓണം ഓണം സ്പെഷ്യൽ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓണത്തിന് ട്രഡീഷണലായിട്ട് തയ്യാറാക്കിയെടുക്കുന്ന ആലങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ചില സ്ഥലങ്ങളിൽ കളിയുടക്കെന്നും പറയും. നല്ല ടേസ്റ്റാണ്, വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാം. ആദ്യമായിട്ട് തയ്യാറാക്കുന്നവർക്ക് പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇത് പെട്ടെന്നൊന്നും കേടാകില്ല. അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമുക്കിത് തയ്യാറാക്കി വെക്കാം. ഓണത്തിന് ഗസ്റ്റൊക്കെ വരുമ്പോഴും കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്ന്. ഞാനിവിടെ 350 ഗ്രാം ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് പാനി കാച്ചിയെടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 240 ml ആണ്. ശർക്കര നന്നായിട്ട് അലിഞ്ഞ് വരുന്ന വരെ ചൂടാക്കിയെടുക്കുക. ശർക്കരയെല്ലാം അലിഞ്ഞ് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം അരിച്ചെടുക്കാം. ഒരു പാൻ ചൂടാക്കിയെടുക്കുക. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് വറുത്തെടുക്കാം. അധികം തിക്നെസ്സിൽ അരിഞ്ഞെടുക്കരുത് തേങ്ങാക്കൊത്ത്. ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമായി വരുന്ന വരെ വറുത്തെടുക്കാം. നല്ല ബ്രൗൺ ആയി പോകരുത്, അപ്പോൾ ആ ടേസ്റ്റ് പോവും. അപ്പോൾ ഇത് മതിയാവും, നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കളിയുടക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കാം. അപ്പം ഞാനിവിടെ മാവ് എടുക്കുന്ന വീഡിയോ കട്ടായിപ്പോയി. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 2.5 കപ്പ് അരിപ്പൊടിയാണ്. 1 കപ്പ് പുട്ടുപൊടിയുടെ മാവും 1.5 കപ്പ് ഇടിയപ്പത്തിൻ്റെ മാവുമാണ് എടുത്തിരിക്കുന്നത്. കളിയുടയ്ക്കൊക്കെ കുറച്ച് തരിയോട് കൂടിയിട്ടുള്ള പൊടിയാണ് വേണ്ടത്. അപ്പം നിങ്ങളുടെ കയ്യിൽ പുട്ടുപൊടി മാത്രമേ ഉള്ളെങ്കിൽ 2.5 കപ്പ് പുട്ടുപൊടി മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ പൊടിച്ചാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് തരിയോട് കൂടി പൊടിച്ചെടുക്കുക കേട്ടോ. വറുത്ത അരിപ്പൊടിയാണ് വേണ്ടത്. സാധാരണ നമ്മൾ പുട്ടിനൊക്കെ വറുത്തെടുക്കുന്ന പോലെ വറുത്തെടുക്കുക. ഇതിലോട്ട് ഞാൻ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ 6 ഏലയ്ക്ക ചതച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ ചതച്ചിട്ട് ചേർക്കുക. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചൂടോട് കൂടി തന്നെ ശർക്കര പാനി ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. തണുത്ത് പോവരുത്, കുറച്ച് ചൂട് വേണം. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. എല്ലാ വെള്ളവും കൂടി ഒരുമിച്ച് ഒഴിക്കരുത്. നമ്മളെടുക്കുന്ന അരിപ്പൊടി അനുസരിച്ചിട്ട് വെള്ളം കുറച്ച് കൂടുതലോ കുറവോ ഒക്കെ വരും. അതുകൊണ്ടാണ് കറക്റ്റ് അളവ് പറയാത്തത്. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഇടിയപ്പത്തിനൊക്കെ നമ്മൾ കുഴച്ചെടുക്കില്ലേ, അതേ പരുവത്തിന് വേണം കുഴച്ചെടുക്കാൻ. കുഴച്ചെടുക്കുമ്പോൾ ഡ്രൈ ആയിട്ട് തോന്നുന്നെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം അധികം ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതേ പരുവത്തിൽ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുക്കണം. അധികം വലുപ്പത്തിലല്ല, ഇതേപോലെ ചെറിയ ഉരുളകളാക്കി ഉണ്ടാക്കിയെടുക്കുക. വലിപ്പം കൂടിപ്പോയാൽ അകമൊന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ എല്ലാം ഞാൻ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കിയെടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. തീ ഇപ്പം മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ചൂട് അധികമുള്ള സ്റ്റൗ ആണെങ്കിൽ സിമ്മിൻ്റെ മീഡിയത്തിൻ്റെ ഇടയ്ക്ക് വെച്ചാൽ മതി കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയ പാത്രം എടുത്താൽ അധികം എണ്ണയുടെ ആവശ്യം വരില്ല. തീ ഇപ്പം ഞാൻ സിമ്മിൻ്റെ മീഡിയത്തിൻ്റെ ഇടയിലാണ് ഇട്ടിരിക്കുന്നത്. തീ കൂട്ടിയിട്ടാൽ പുറമെ പെട്ടെന്ന് ബ്രൗൺ നിറമായി വരും, പക്ഷേ അകമൊന്നും വെന്ത് കിട്ടില്ല. താഴെ ഒന്ന് ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് സമയം എടുക്കും ഇതിങ്ങനെ ബ്രൗൺ നിറമായി വരാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം മറിച്ചിട്ട് കൊടുക്കുക. ഇനി താഴ്ഭാഗവും ബ്രൗൺ നിറമായി വരണം. അധികം ബ്രൗൺ നിറമായി വരണ്ട കേട്ടോ, എന്നാൽ കരിഞ്ഞു പോവും. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഇതേ കളറാകുമ്പോൾ കോരി മാറ്റാം കേട്ടോ. ഇനി ചൂട് മാറി കഴിയുമ്പോഴേക്ക് കുറച്ചും കൂടെ കളർ വരും. ഇപ്പോൾ ചൂടോടെ ഇരിക്കുമ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും. പക്ഷേ ചൂട് മാറി കഴിയുമ്പോഴേക്ക് ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇതുപോലെ എല്ലാം വറുത്തെടുക്കുക. അപ്പോൾ എല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ചൂടൊക്കെ മാറിയപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാനൊന്ന് കഴിച്ച് കാണിച്ചു തരാം. കേട്ടോ സൗണ്ട്? നല്ല ക്രിസ്പി ആയിട്ടില്ലേ? അപ്പോൾ നല്ല ടേസ്റ്റാണ്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ഇരിക്കും. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ഇത് കുറേ ദിവസം കേടാവാതിരിക്കും കേട്ടോ. അപ്പോൾ ഓണം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്കിതൊക്കെ തയ്യാറാക്കി വയ്ക്കാം.
ചൂട് മാറിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ബക്കറ്റിലോ അല്ലെങ്കിൽ കുപ്പിയിലോ ഒക്കെ ഇട്ടിട്ട് അടച്ചു വെച്ചാൽ മതി. ഓണത്തിന് ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പം നമ്മൾ നാടൻ ആയിട്ടുള്ള ആലങ്ങ അല്ലെങ്കിൽ കളിയുടയ്ക്ക ഒന്ന് കുട്ടികൾക്കും തയ്യാറാക്കി നോക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ആദ്യമായിട്ട് തയ്യാറാക്കുന്നവർക്ക് പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.